അപ്പോൾ ഡോക്ടർ, നമ്മൾ റീസെൻറ്റ് കുറച്ച് ഇയേഴ്സായിട്ട് ആണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു പേര് തന്നെ കേൾക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ശരിക്കും എന്താണ് ഈ ഒരു ഡിസീസ്? ഓക്കെ, നമുക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ബ്രെയിനിന് കവറിങ്സ് ഉണ്ട്, അതിന് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയും. അപ്പോൾ ആ മെനിഞ്ചസിന് ഇൻഫെക്ഷൻ വരികയോ ആ മെനിഞ്ചസിന് ഇൻഫ്ലമേഷൻ വരികയോ സമയത്താണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് പാടകളെ മാത്രമല്ല ബ്രെയിനിനെയും കൂടിയും ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എൻകഫ്ലൈറ്റിസ് എന്ന് പറയും. ഈ ചില മെനിഞ്ചൈറ്റിസുകൾ മെനിഞ്ചൽ ആൻഡ് എൻകഫലോൺ, അതായത് ബ്രെയിനിനെയും ബ്രെയിനിൻ്റെ പാടയും രണ്ടിനെയും കൂടി എഫക്റ്റ് ചെയ്യും. അതിനെ ഞങ്ങൾ മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ പല കാരണങ്ങളും കൊണ്ട് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് വൈറലാണ്. അപ്പോൾ നേരത്തെ മുതലേ നമ്മൾ വൈറൽ എൻകഫ്ലൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസുകൾ കാണാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, പിന്നെ ഫംഗൽ മെനിഞ്ചൈറ്റിസ്, ഫംഗൽ മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ്. പണ്ട് മുതലേ ഈ എമീബിക് മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേ ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് വെരി റെയർ. ഇപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, അത് കോമൺ ആയിട്ട് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ആ പിക്കപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റീസെൻ്റ് ഇയേഴ്സിൽ ആയിട്ട് നമ്മുടെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോപ്പപ്പ് ചെയ്തിങ്ങനെ വരാനായിട്ടുള്ള റീസൺ എന്താ? അതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതോ എന്തുകൊണ്ടായിരിക്കും? ഈ എമീബിക് മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് എന്ന് പറയുന്നത് മെയിൻലി 2-3 അമീബ കൊണ്ടുണ്ടാവുന്നതാണ്. നെഗ്ലേറിയ അല്ലെങ്കിൽ എൻറ്റമീബ എന്ന് പറയുന്ന 2 ഓർഗാനിസം അല്ലെങ്കിൽ എമീബ കൊണ്ടുണ്ടാവുന്നതാണ്. കൂടുതലും കണ്ടാമിനേറ്റഡ് വാട്ടർ, അത് മൂക്കിക്കൂടെ അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റിയിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി, അത് നേസൽ ക്യാവിറ്റി ഈസ് വെരി ക്ലോസ് ടു ദി മെനിഞ്ചസ്. ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, ക്രിപ്രിഫോം പ്ലേറ്റ് മാത്രമേ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെനിഞ്ചൈറ്റിസും അതിൻ്റെ ഭാഗമായിട്ട് എൻകഫ്ലൈറ്റിസും ഉണ്ടാകാം. അപ്പോൾ ഈ കുളിക്കുക, അപ്പോൾ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുക, അല്ലെങ്കിൽ ചിലവർ ഈ മൂക്കിൽ കൂടെ വെള്ളം എടുത്തിട്ട് മൂക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അസുഖം പറഞ്ഞേക്കാം അല്ലെങ്കിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇത് ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ അങ്ങനെയാണോ ഇതിനെ പറയുന്നത്? ഈ മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ്, അമീബിക് മെനിഞ്ചോ എൻകഫ്ലൈറ്റിസിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് പറയുന്നത്. കാരണം അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് ആണ്. സാധാരണഗതിയിൽ സാധാരണ മരുന്നുകളെ കൊണ്ടൊന്നും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ വെരി ഫേറ്റൽ കണ്ടീഷൻ. ഇത് ആക്ച്വലി എങ്ങനെയാണ് ഈ നേസൽ കൂടി ഏരിയയിൽ കൂടി മാത്രമാണോ നമ്മുടെ ബ്രെയിനിലോട്ട്? അത് എന്താണ് ആ ഒരു പ്രോസസ്സ്? എങ്ങനെയാണ് ഇത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്? പല മെനിഞ്ചൈറ്റിസും പല രീതിയിൽ കൂടിയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, വൈറൽ മെനിഞ്ചൈറ്റിസ് ചിലപ്പോൾ ബ്ലഡിൽ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് വൈറസ് ഉണ്ടായിരുന്നുവെങ്കിൽ കോവിഡ് വൈറസ് ബ്ലഡിൽ കൂടെ അത് മെനിഞ്ചസിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഹെർപ്പസ് സിംപ്ലെക്സ്, അതും ചിലപ്പോൾ ബ്ലഡിൽ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. എക്കോ വൈറസ്, അങ്ങനത്തെ പല വൈറസുകളും ബ്ലഡിൽ കൂടെ പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില വൈറസുകൾ ന്യൂറൽ ടിഷ്യൂ കൂടെ പോകും. ഫോർ എക്സാമ്പിൾ, റേബീസ് ന്യൂറൽ ടിഷ്യൂ കൂടെ പോയിട്ടാണ് എൻകഫ്ലൈറ്റിസ്. ബേസിക്കലി ഒരു ബ്രെയിൻ സ്റ്റെം എൻകഫ്ലൈറ്റിസ് ആണ് റേബീസ് കൊണ്ടുണ്ടാകുന്നത്. അത് ന്യൂറൽ ടിഷ്യൂ കൂടെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ബ്ലഡിൽ കൂടെ വരാം. ഫോർ എക്സാമ്പിൾ, ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സൈനസുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഫ്രോണ്ടൽ സൈനസ് അല്ലെങ്കിൽ എത്മോയിഡ് സൈനസിൻ്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബ്രെയിനിലേക്ക് നേരിട്ട് പടരാനുള്ള സാധ്യതകളുണ്ട്. മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് ബൈ അമീബ ഇസ് ഓൾസോ ആ ഒരു രീതിയിൽ കൂടെയാണ് പടരുന്നത്. അതായത് നമ്മളുടെ മൂക്കിൽ കൂടെ വന്ന് മൂക്കിൽ നിന്ന് അത് മെനിഞ്ചസിലേക്ക് പടർന്ന് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ള ഒരു ഡിസീസ് നമുക്ക് ഈ മെനിഞ്ചൈറ്റിസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് വൺ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്. ഇപ്പോൾ മെനിഞ്ചൈറ്റിസിലെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഫോമാണ് അമീബിക് മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ്. കാരണം അത് സാധാരണ നമ്മളുടെ ആൻറ്റി അമീബ മെഷേഴ്സ് കൊണ്ട് നമുക്ക് തുരത്താൻ പറ്റില്ല. അതിനുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെഡിസിൻസ് നമുക്കില്ല. അപ്പോൾ അത് കാരണമാണ് അതിനെ കുറച്ചും കൂടി മാരകമായിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി എല്ലാ മെനിഞ്ചൈറ്റിസും മാരകമാണ്. ഫോർ എക്സാമ്പിൾ, വൈറൽ മെനിഞ്ചൈറ്റിസ് അത്ര മാരകമല്ല, സെൽഫ് ലിമിറ്റിംഗ് ആണ്. ആ സാധാരണ നമുക്ക് വൈറൽ ഫീവർ വരുന്ന പോലെ അത് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. വൈറൽ എൻകഫ്ലൈറ്റിസ് ചിലപ്പോൾ അതുപോലെയല്ല. അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹെർപ്പസ് സിംപ്ലെക്സ് എൻകഫ്ലൈറ്റിസ് എന്ന് പറയുന്നത് ടെമ്പർ ലോബ്സിൽ വന്ന അത് ഓർമ്മക്കുറവ്, മറി, ഫിറ്റ്സ് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ എമീബിക് മെനിഞ്ചോ എൻകഫ്ലൈറ്റിസ് ഇസ് ബേസിക്കലി ഒരു ടോക്സിക് കൈൻഡ് ഓഫ് മെനിഞ്ചൈറ്റിസ്. അത് നമുക്ക്
ഇപ്പോഴത്തെ മെഡിസിൻസ് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇതില്ല. അപ്പോൾ നമുക്കിത് സർവൈവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക, നമ്മുടെ ആ ടോക്സിസിറ്റി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് ദേ ക്യാൻ സർവൈവ്. പക്ഷേ പൊതുവേ ദ മോർട്ടാലിറ്റി റേറ്റ് ഇസ് വെരി ഹൈ. ഓക്കെ, ഇതൊരു പേഴ്സൺ ടു പേഴ്സൺ, നമ്മളിപ്പോൾ ഒരു അഫക്റ്റഡ് പേഴ്സൺ ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? സാധാരണഗതിയിൽ എമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സണുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അതിൻ്റെ പോർട്ടൽ ഓഫ് എൻട്രി മൂക്കിക്കൂടെയാണ്. അപ്പോൾ മൂക്കിക്കൂടെ അമീബ കയറണമെങ്കിൽ അതിന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാട്ടറോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ചില മെനിഞ്ചൈറ്റിസുകൾ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ വൈറൽ എൻകെഫലൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് നമുക്ക് ഇപ്പോൾ വായു കൂടെ പടർന്ന് കോവിഡ് വന്ന് അതിൻ്റെ മെനിഞ്ചൈറ്റിസ് വരാം. അല്ലെങ്കിൽ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു എപ്പിഡമിക് ആയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ നമുക്ക് വായു കൂടെയും പടരാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായി. ഇപ്പം റീസെൻറ്റ് ഡേയ്സ് ആയിട്ട് കൊച്ചിയിലും കുറച്ച് പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലാണെങ്കിൽ പോലും നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിട്ടും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വൈകിയതാണോ? ഇറ്റ് ഈസ് പോസിബിൾ. കാരണം ഇപ്പോൾ നമ്മുടെ പിക്കപ്പ് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. നമ്മൾ CSF ചെയ്ത് അതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ അമീബ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ നോക്കുന്ന ഡോക്ടർമാർക്കും പെത്തോളജിസ്റ്റുകൾക്കും അമീബയെ നമുക്ക് തപ്പാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് അമീബയെ കണ്ടോളണം എന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. മനസ്സിലായി. അപ്പോൾ ഇതിനു മുമ്പ് മേ ബി ഉണ്ടായിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യാത്തത് ആയിരിക്കാം. അതെ, ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ സ്വിമ്മിംഗ് പൂള് യൂഷ്വലി ഉള്ള സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്താലും ഇത് യൂഷ്വൽ സ്വിമ്മിംഗ് പൂൾ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ യു ക്യാൻ ഹാവ് ചാൻസസ്. അപ്പം നമ്മൾ സാധാരണ സ്വിമ്മ് ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിക്കൂടെ വെള്ളം വരാറില്ല. പക്ഷെ മൂക്കിക്കൂടെ കണ്ടാമിനേറ്റഡ് വെള്ളം പോയി അത് നേരെ സൈനസിലേക്കോ അല്ലെങ്കിൽ അവിടേക്കോ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് സ്വിമ്മിങ് മാത്രം കൊണ്ട് ഇത് വരില്ല. പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ. അത് ശരിക്കും വാട്ടർ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഗോയിങ് ടു ബി എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. ആ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക എന്നുള്ള പഠിച്ചിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. അതെ, അതുപോലെ തന്നെ കുറേ ഫേക്ക് പോസ്റ്റേഴ്സ് ആണോന്ന് എനിക്കറിയില്ല. ചില ഡീറ്റെയിൽഡ് പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഷവർ ചെയ്യുമ്പോഴും വീട്ടിൽ നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം പോലും നമ്മൾ കെയർഫുൾ ആയിരിക്കണം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇതിപ്പോൾ എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ സംഭവിച്ചത്. നമ്മുടെ ഭാര്യ ചോദിച്ചു, ഇപ്പം നമ്മുടെ വെള്ളത്തിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ യൂസ് ചെയ്യുന്ന ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈസ്. പക്ഷേ ഒരു റെയർ കണ്ടീഷനാണ്, അങ്ങനെ പോസിബിലിറ്റി കുറവാണ്. പോസിബിലിറ്റി. നമ്മൾ ഈ മെഡിസിനിൽ എപ്പോഴും പ്രോബബിലിറ്റി ആൻഡ് പോസിബിലിറ്റിയെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി നമുക്ക് കുറവാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. അതിനും ഒരു ചാൻസ് ഉണ്ട്. കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും ബേസിക്കലി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? വെള്ളം നല്ലോണം തിളപ്പിക്കുക, പിന്നെ സോഴ്സ് ഡീകണ്ടാമിനേറ്റ് അല്ലെങ്കിൽ ഡീസിൻഫെക്റ്റ് ചെയ്യുക, ക്ലോറിനേറ്റ് ചെയ്യുക. പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസായിട്ട് നമ്മൾക്ക് സമ്പർക്കം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം, എങ്ങനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം എന്ന് അവർക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. അതെ, ഈ ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടിട്ടാണെങ്കിലും ആളുകളുടെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ പെട്ടെന്ന് ഉണ്ടാവും. ഇപ്പോൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനത്തെയുള്ള ആളുകളോട് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? എനി ഡിസീസ് പ്രൊഡ്യൂസസ് പാനിക്. അതാണ് ബേസിക് ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോഴും എല്ലാവരും ആദ്യം പാനിക് ചെയ്തു. പിന്നെ അത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയും തോറും ആദ്യം ഒരു മാസം നമ്മൾ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്തു, പിന്നെ അത് 2 ആഴ്ചയായി, പിന്നെ ഒരാഴ്ചയായി. അപ്പോൾ നമ്മളത് കൂടുതൽ പഠിക്കും തോറും നമ്മൾക്ക് ആ അസുഖത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പാനിക്ക് കുറയ്ക്കുക. ഒരു അസുഖം വന്നാൽ പാനിക്ക് ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് അറിയുക, അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഇടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.